എജു സ്ക്വയറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എജു സ്ക്വയറിൻ്റെ ചാന്ദ്രദിന എപ്പിസോഡ് നിങ്ങളേവരും പ്രേക്ഷകർ ഒന്നടങ്കം ഇരു കൈകളും നീട്ടി ആവേശത്തോടെ സ്വീകരിച്ചു കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങളുടെ ഏവരുടെയും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്ന റോക്കറ്റുകളെ സംബന്ധിച്ചാണ്. റോക്കറ്റുകൾ എന്ന് പറയുന്നത് ബഹിരാകാശത്തേക്ക് ഉപഗ്രഹങ്ങളും മറ്റ് വസ്തുക്കളുമൊക്കെ എത്തിക്കുന്നതിനുള്ള ഒരു വാഹനം ആണ്. റോക്കറ്റിൻ്റെ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഒരു ജെറ്റ് പ്രൊപ്പൽഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ ചൂട് അതിതാപനിലയുള്ള ഒരു വാതകം പുറത്തേക്ക് തള്ളുന്നതിലൂടെയാണ് റോക്കറ്റുകൾ അന്തരീക്ഷത്തിൽ നിന്നും ബഹിരാകാശത്തേക്ക് ഉയരുന്നത്. ഈ സാങ്കേതിക വിദ്യയുടെ പ്രധാനപ്പെട്ട തത്വം എന്ന് പറയുന്നത് സർ ഐസക് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം ആണ്. ഫോർ എവരി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന മൂന്നാം ചലന നിയമം. ഏതൊരു പ്രവർത്തനത്തിനും അതിനെതിരായതും തുല്യമായതുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്നുള്ള ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റോക്കറ്റുകൾ പ്രവർത്തിക്കുന്നത്. റോക്കറ്റുകൾ അവയുടെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് തരത്തിൽ നമുക്ക് തരംതിരിക്കാം. ഒന്നാമത്തേത് പേലോഡുകൾ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള വാഹനങ്ങൾ എന്ന നിലയിൽ, രണ്ടാമത്തേത് മിസൈലുകളായി ആയുധങ്ങൾ വഹിക്കുന്ന പോർമുനകൾ വഹിക്കുന്ന മിസൈലുകളായി നമ്മൾ റോക്കറ്റുകൾ ഉപയോഗിക്കുന്നു. രണ്ടും ഒരേ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെടുന്നവയാണ്. ഇത് കൂടാതെ ഇവയിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. അത് സോളിഡ്, ലിക്വിഡ്, ഹൈബ്രിഡ് എന്നിങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് റോക്കറ്റുകളെ തരംതിരിക്കാം. പ്രധാനമായിട്ടും ഇവയിൽ ഇന്ധനം മാത്രമല്ല ഉപയോഗിക്കുന്നത്. ബഹിരാകാശത്തെത്തുമ്പോൾ വായു ഇല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ബഹിരാകാശത്തെത്തുന്നതോടെ ഇന്ധനം കത്തുന്നതിന് വേണ്ടിയുള്ള ഓക്സിഡൈസർ കൂടി റോക്കറ്റിനൊപ്പം കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ബഹിരാകാശത്ത് ഈ ഇന്ധനം കത്തിക്കൊണ്ട് റോക്കറ്റിന് മുന്നോട്ട് കുതിക്കാനായി കഴിയുകയുള്ളൂ. ഇന്ന് കാണുന്ന റോക്കറ്റുകളുടെ രൂപത്തിലല്ലെങ്കിലും ആദ്യമായി റോക്കറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചത് ചൈനക്കാരാണ് എന്ന് പറയാം. നമ്മൾ ഉത്സവ സീസണുകളിൽ ഉപയോഗിക്കുന്ന റോക്കറ്റുകൾ, വെടിമരുന്ന് നിറച്ചുകൊണ്ട് ആകാശത്തേക്ക് വിടുന്ന റോക്കറ്റുകൾക്ക് സമാനമായിട്ടുള്ള റോക്കറ്റുകളാണ് ചൈനക്കാർ ഉപയോഗിച്ചത്. 16-ാം നൂറ്റാണ്ടിൽ മിങ് രാജവംശത്തിലുള്ള വാൻഹു എന്ന് പറയുന്ന ആൾ, അദ്ദേഹം തൻ്റെ ഭൃത്യന്മാരെ കൊണ്ട് ഒരു കസേരയിൽ, മുള കൊണ്ട് നിർമ്മിച്ച ഒരു കസേരയിൽ 47 ഇത്തരത്തിലുള്ള റോക്കറ്റുകൾ ഘടിപ്പിച്ചുകൊണ്ട് ആകാശത്തേക്ക് ഉയർന്നതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, വാൻഹു തിരിച്ച് ഭൂമിയിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. അതോടെ അദ്ദേഹത്തിൻ്റെ മരണവും സംഭവിച്ചു. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഏറ്റവും ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണമായിരുന്നു, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആകാശത്തേക്കുള്ള യാത്രയായിരുന്നു അത് എന്ന് പറയാം. ഇന്ന് കാണുന്ന റോക്കറ്റുകളുടെ ആദ്യ രൂപം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിൽ നാസികളുടെ നിർദ്ദേശപ്രകാരം, ഹിറ്റ്ലറുടെ നിർദ്ദേശപ്രകാരം വെർണർ വോൺ ബ്രൗൺ എന്നു പേരായ ഒരു എൻജിനീയറുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച V2 എന്ന് പറയുന്ന വെഞ്ചൻസ് വെപ്പൺ 2 എന്നു പേരായ റോക്കറ്റുകളാണ്. ഈ റോക്കറ്റ് ബഹിരാകാശത്തേക്ക് അയക്കുന്നതിന് വേണ്ടി അല്ല രൂപകൽപ്പന ചെയ്തത്, മറിച്ച് ശത്രു രാജ്യങ്ങളിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച് തൊടുത്തു വിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചത്. അങ്ങനെ നിർമ്മിച്ച V2 റോക്കറ്റുകൾ, വെഞ്ചൻസ് വെപ്പൺ 2 എന്നു പേരായ ഈ V2 റോക്കറ്റുകൾ ഒരു 1000 എണ്ണമെങ്കിലും ജർമ്മനിയുടെ തൊട്ട് അയൽ രാജ്യമായിട്ടുള്ള ഫ്രാൻസിൽ പതിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക്. അങ്ങനെ 1945 ഓഗസ്റ്റ് മാസത്തോടുകൂടി രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ആ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുകയും ചെയ്തു. ഒരു ഭാഗം സോവിയറ്റ് യൂണിയനെ അനുകൂലിക്കുന്ന പൂർവ്വ ജർമ്മനി എന്നും മറ്റൊരു ഭാഗം
അമേരിക്കയെ അനുകൂലിക്കുന്ന പശ്ചിമ ജർമ്മനി എന്നും അറിയപ്പെട്ടു. ഈ രണ്ട് രാജ്യങ്ങളും ഹിറ്റ്ലറുടെ ആയുധപ്പുരകളിൽ പരിശോധന നടത്തുകയും അങ്ങനെ ഉപയോഗിക്കാതെ സൂക്ഷിച്ചിരുന്ന V2 റോക്കറ്റുകൾ കണ്ടെടുക്കുകയും ചെയ്തു. റഷ്യയും സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയും ഇത്തരം റോക്കറ്റുകൾ V2 റോക്കറ്റുകൾ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അത് അഴിച്ച് പരിശോധിച്ച് അതിൻ്റെ നിർമ്മാണം സാങ്കേതികവിദ്യ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് രാജ്യങ്ങളും റോക്കറ്റുകൾ നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ സോവിയറ്റ് യൂണിയൻ ആദ്യമായി ഈ റോക്കറ്റുകൾ ഉപയോഗിച്ച് ബഹിരാകാശ ഗവേഷണ രംഗത്ത് മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി. അമേരിക്കയാകട്ടെ അത് ക്രൂസ് മിസൈൽ പോലുള്ള നശീകരണ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചത് ആദ്യകാലത്ത്. 1957 ഒക്ടോബർ മാസം 4-ാം തീയതിയാണ് ലോകത്ത് ബഹിരാകാശ യുഗം പിറന്നു വീഴുന്നത്. അന്നാണ് ആദ്യമായി ഒരു മനുഷ്യനിർമ്മിത പേടകം, ഭൂമിയുടെ ഏറ്റവും ആകെ ഒരേ ഒരു ഉപഗ്രഹം, വൺ ആൻഡ് ഓൺലി സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഒരു റെക്കോർഡിനെ ഭേദിച്ചുകൊണ്ട് സ്പുട്നിക് 1 എന്നു പേരായ ഒരു ബഹിരാകാശ പേടകം ഭൂമിയെ ആദ്യമായി വലം വയ്ക്കുന്നത്. ഇതോടെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ വലിയൊരു ശീതയുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. അത് പ്രധാനമായിട്ടും ആയുധ നിർമ്മാണ രംഗത്തായിരുന്നു എങ്കിൽ പിന്നീട് അത് ബഹിരാകാശ ഗവേഷണ രംഗത്തേക്ക് അത് പതിയെ മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സ്പുട്നിക്കിൻ്റെ വിക്ഷേപണത്തോടെ അമേരിക്ക തങ്ങൾ വളരെയേറെ പിന്നോട്ട് പോയി സോവിയറ്റ് യൂണിയനെ അപേക്ഷിച്ച് എന്ന ഒരു തോന്നൽ ആ രാജ്യത്തെ ജനങ്ങൾക്കും ഭരണാധികാരികൾക്കും ഉണ്ടായി. ഈ ഒരു തോന്നലിനെയാണ്, ഈ ഒരു ആശങ്കയെയാണ്, ഈ ഒരു ജിജ്ഞാസയെയാണ് സ്പുട്നിക് ക്രൈസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഐസൻഹോവർ എന്നു പേരായ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഗൗരവപ്പെട്ട ഒരു പരിശോധന ഈ രംഗത്ത് നടത്തുകയും അങ്ങനെ 1958 നാസ എന്നു പേരായ അമേരിക്കൻ സ്പേസ് ഏജൻസി രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്ന് നാസയ്ക്ക് നൂറുകണക്കിന് കോടി ഡോളർ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ഭരണകൂടം നീക്കിവെക്കുകയും അങ്ങനെ അടുത്തൊരു മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള പരിശ്രമങ്ങൾ അവരാരംഭിക്കുകയും ചെയ്തു. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള പരിശ്രമങ്ങൾ അമേരിക്ക നടത്തുന്ന സമയത്താണ് വീണ്ടും അമേരിക്കയെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് 1961 ഏപ്രിൽ മാസം 12-ാം തീയതി സോവിയറ്റ് യൂണിയൻ ആദ്യ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, യൂറി ഗഗാറിൻ എന്നു പേരായ ടെസ്റ്റ് പൈലറ്റ് ആദ്യമായി ബഹിരാകാശത്തേക്ക് എത്തുന്ന മനുഷ്യനായി മാറി. അദ്ദേഹം 108 മണിക്കൂർ ബഹിരാകാശത്ത് ചെലവഴിക്കുകയും ഒരു തവണ ഭൂമിയെ വലം വയ്ക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തിരിച്ച് കസാക്കിസ്ഥാനിലെ ബൈക്കനൂർ എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ വന്നിറങ്ങുകയും അത് ഒരു പാരഷൂട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം യാത്ര ചെയ്ത മൊഡ്യൂൾ ഭൂമിയിൽ തിരിച്ചെത്തിയത്. അങ്ങനെ അദ്ദേഹം ലോകം മുഴുവൻ പ്രശസ്തനായ ഒരു വലിയ സെലിബ്രിറ്റിയായി മാറുകയും ചെയ്തു എന്ന് നമുക്കറിയാം. ലോകമാകെയുള്ള പത്രങ്ങളിൽ പിറ്റേന്ന് അച്ചടിച്ച പ്രധാനപ്പെട്ട വാർത്ത ബഹിരാകാശത്തെത്തിയ യൂറി ഗഗാറിനെ കുറിച്ചായിരുന്നു. ഇതോടുകൂടി അമേരിക്കയുടെ ബഹിരാകാശ സംരംഭത്തിന് വേഗത വർദ്ധിച്ചു. ഇതിനെ തുടർന്നാണ് ആദ്യമായി ഒരു ജീവിയെ അമേരിക്ക ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. ഒരു ചിമ്പാൻസിയെയാണ് ആദ്യമായി അമേരിക്ക ബഹിരാകാശത്തേക്ക് അയച്ചത്. ഹാം എന്നായിരുന്നു അതിൻ്റെ പേര്. സാധാരണയായി നമ്മൾ ഒരു ബഹിരാകാശ സഞ്ചാരിയെ വിളിക്കുന്നത് ആസ്ട്രോനോട്ട് എന്നാണ്. എന്നാൽ ബഹിരാകാശത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ അതിശക്തമായ സമരം, ശീതസമരം നടക്കുന്ന സമയത്ത് ആസ്ട്രോനോട്ട് എന്ന് പറയുന്ന പദം അത് അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയെ മാത്രം ഉദ്ദേശിച്ച് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു പദമായിരുന്നു. സോവിയറ്റ് ബഹിരാകാശ സഞ്ചാരികളെ കോസ്മോനോട്ട് എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. ഇതുപോലെ തന്നെ ചൈനീസ് ബഹിരാകാശ സഞ്ചാരികൾ, ചൈനയും ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഏറെ മുന്നേറാൻ കഴിഞ്ഞൊരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ ബഹിരാകാശ സഞ്ചാരികളെ തൈക്കോനോട്ട്
എന്നാണ് വിളിച്ചു വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഹാം എന്ന് പറയുന്ന ചിമ്പാൻസി, അതിനെ നമ്മൾ എന്താണ് വിളിക്കുക? ആസ്ട്രോനോട്ട് എന്നാണോ, കോസ്മോനോട്ട് എന്നാണോ, തൈക്കോനോട്ടോ എന്നാണോ എന്നൊരു സംശയത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഉത്തരം ആസ്ട്രോനോട്ട് എന്നാണ്. പക്ഷേ അമേരിക്കക്കാർ നാസ ഈ ചിമ്പാൻസിയെ വിളിച്ചത് ചിംബ് നോട്ട് എന്നാണ്. ചിമ്പാൻസി എന്ന വാക്കിൻ്റെ ചിമ്പും കോസ്മോനോട്ട് അല്ലെങ്കിൽ ആസ്ട്രോനോട്ട് എന്ന വാക്കിൻ്റെ നോട്ടും ചേർത്തുകൊണ്ട് ചിംബ് നോട്ട് എന്ന ഒരു പുതിയ പദമാണ് അമേരിക്ക ഈ ചിമ്പാൻസിക്ക്, ഹാം എന്നു പേരായ ചിമ്പാൻസിക്ക് നൽകിയത്. യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയതോടെ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇരിക്കപ്പുറതി ഇല്ലാതായി എന്ന് പറയാം. എങ്ങനെയും സോവിയറ്റ് യൂണിയന് മുന്നിലെത്താനുള്ള പരിശ്രമങ്ങൾ നാസയുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെയാണ് 1961 മെയ് മാസം 5-ാം തീയതി അലൻ ഷെപ്പേർഡ് എന്നു പേരായ അമേരിക്കൻ വൈമാനികൻ ബഹിരാകാശ യാത്ര നടത്തുന്നത്. ജെമിനി റെഡ്സ്റ്റോൺ 3 എന്നു പേരായ ഒരു ദൗത്യത്തിലാണ് അദ്ദേഹം ബഹിരാകാശത്തേക്ക് പോകുന്നത്. 15 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം ബഹിരാകാശത്ത് ചെലവഴിച്ചത്. ഭൂമിയെ ചുറ്റാനോ ബഹിരാകാശത്ത് ഏറെ സമയം ചെലവഴിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. യൂറി ഗഗാറിൻ 108 മിനിറ്റ് ബഹിരാകാശത്ത് ചെലവഴിച്ച് ഒരു തവണ ഭൂമിയെ ചുറ്റി എങ്കിൽ ബഹിരാകാശത്ത് ഒന്ന് കടന്ന് തിരിച്ചു പോരാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ, അലൻ ഷെപ്പേർഡിന് കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് ഭാഗികമായി ആ യാത്ര ഒരു പരാജയമാണ് എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടത്. 2 വർഷത്തിന് ശേഷം 1963 ജൂൺ മാസം 16-ാം തീയതി വോസ്റ്റോക്ക് 6 എന്ന് പറയുന്ന ഒരു പേടകത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ വാലന്റീന ടെറഷ്കോവ ബഹിരാകാശത്തെത്തി. ഏകദേശം 3 ദിവസക്കാലം അവർ ബഹിരാകാശത്ത് ചെലവഴിച്ചു. 18 തവണ ഭൂമിയെ വലം വെച്ചു. ഈ യാത്രയിൽ ഉണ്ടായ രസകരമായിട്ടുള്ള ചില സംഭവങ്ങൾ, തിരിച്ചു വരാനുള്ള പ്രോഗ്രാം ആ മൊഡ്യൂളിൽ തയ്യാറാക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബഹിരാകാശ പേടകം ഭൂമിയിൽ നിന്ന് ഓരോ മണിക്കൂറിലും കൂടുതൽ അകന്നുകൊണ്ടിരുന്നു. വല്ലാതെ ഭയപ്പെടാതെ വാലന്റീന ടെറഷ്കോവ ഗ്രൗണ്ട് കൺട്രോൾ യൂണിറ്റുമായി ബന്ധപ്പെടുകയും അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൺട്രോൾ യൂണിറ്റിലെ കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്യുകയും സുരക്ഷിതമായി തിരിച്ച് ഭൂമിയിലെത്തുകയും ചെയ്തു. അങ്ങനെ ബഹിരാകാശത്തേക്ക് പോയ ആദ്യ വനിത എന്ന ഒരു റെക്കോർഡ് വാലന്റീന ടെറഷ്കോവയ്ക്ക് സ്വന്തമായി. സ്പേസ് വാക്ക് എന്നാൽ മാതൃപേടകത്തിന്, ബഹിരാകാശ പേടകത്തിന് പുറത്ത് കടന്ന് സ്പേസിലൂടെ ഒഴുകി നീങ്ങുക എന്ന ഒരു പ്രക്രിയയാണ്. ആദ്യമായി ബഹിരാകാശ പേടകത്തിന് പുറത്ത് കടന്ന് സ്പേസിലൂടെ നീങ്ങിയ ബഹിരാകാശ സഞ്ചാരി അലക്സി ലിയനോവ് എന്ന സോവിയറ്റ് ബഹിരാകാശ സഞ്ചാരിയാണ്. അദ്ദേഹം പുറത്ത് കടക്കുകയും ബഹിരാകാശ പേടകത്തിന് പുറത്തേക്ക് ഒരു കേബിളിൻ്റെ സഹായത്തോട്, കേബിളും ഒപ്പം കയ്യിൽ പിടിക്കാവുന്ന ഒരു റോക്കറ്റ് ഗണ്ണിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആ റോക്കറ്റ് ഗൺ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പല വശങ്ങളിലേക്കും അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന ഭാഗങ്ങളിലേക്കൊക്കെ നീങ്ങിയിരുന്നത്. മാതൃപേടകവുമായി ഒരു കേബിള് കൊണ്ട് അത് ബന്ധിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് കടക്കുന്നു. ആദ്യമായിട്ടൊരു മനുഷ്യന്, ഒരു ബഹിരാകാശ സഞ്ചാരിക്ക് പുറത്തേക്ക് കടക്കാനുള്ള ഒരു ചെറിയ ദ്വാരം മാത്രമാണ് ആ പേടകത്തിനുണ്ടായിരുന്നത്. എന്നാൽ അലക്സി ലിയനോവ് പുറത്തേക്ക് കടന്നതോട് കൂടിയിട്ട്, പുറത്ത് സ്പേസിൽ എന്ന് പറയുന്നത് വാക്വമാണ്, അതായത് ശൂന്യതയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്യൂട്ടിനകത്ത് പലതരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ശരീരമർദ്ദം, രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ താപനില, ഇതൊക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള വാതകങ്ങളും ദ്രാവകങ്ങളും അദ്ദേഹത്തിൻ്റെ സ്പേസ് സ്യൂട്ടിലുണ്ട്. ആ സ്പേസ് സ്യൂട്ടിന് പുറത്ത് വാക്വമായതുകൊണ്ട് ഈ സ്പേസ് സ്യൂട്ടിനകത്തുള്ള വാതകങ്ങളൊക്കെ പുറത്തേക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി പുറത്തേക്ക് തള്ളാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്പേസ് സ്യൂട്ട് വികസിക്കുകയും പ്രതീക്ഷിച്ചതിനപ്പുറം വികസിക്കുകയും അദ്ദേഹത്തിന് ആ ചെറിയ ദ്വാരത്തിലൂടെ തിരികെ പ്രവേശിക്കാൻ, മാതൃപേടകത്തിലേക്ക് തിരികെ പ്രവേശിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. അങ്ങനെ കുറച്ച് വാതകങ്ങൾ
അദ്ദേഹത്തിന് തുറന്നു വിടേണ്ടതായിട്ട് വന്നു. തൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് അമർത്തിപ്പിടിച്ച് പതുക്കെ പതുക്കെ അദ്ദേഹം അതിനകത്തേക്ക് പ്രവേശിക്കേണ്ട സാഹചര്യം ഉണ്ടായി. യഥാർത്ഥത്തിൽ മരണത്തെ മുന്നിൽ കണ്ട നിമിഷങ്ങളായിരുന്നു അത് എന്നാണ് അലക്സി ലിയനോവ് പിന്നീട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എഡ്വേർഡ് വൈറ്റാണ് ആദ്യമായി ബഹിരാകാശത്ത് നടന്ന സ്പേസ് വാക്ക് നടത്തിയ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി. അദ്ദേഹം ചലഞ്ചർ എന്ന സ്പേസ് ഷട്ടിലിലാണ് ബഹിരാകാശത്തേക്ക് യാത്ര നടത്തുകയും ബഹിരാകാശ നടത്തത്തിൽ ഏർപ്പെടുകയും ചെയ്തത്. അദ്ദേഹം മാതൃപേടകത്തിന് പുറത്ത് കടന്ന് ദീർഘനേരം സ്പേസ് വാക്ക് നടത്തുകയുണ്ടായി. ഒടുവിൽ ഗ്രൗണ്ട് കൺട്രോൾ യൂണിറ്റിൽ നിന്ന് അദ്ദേഹത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ പോയി, എത്രയും വേഗം മാതൃപേടകത്തിനുള്ളിലേക്ക് കടക്കണം. അദ്ദേഹം പക്ഷേ അതിന് തയ്യാറായില്ല. തനിക്ക് അല്പസമയം കൂടി ഇവിടെ ചെലവഴിക്കാൻ തന്നെ അനുവദിക്കണം എന്നാണ് അദ്ദേഹം ഗ്രൗണ്ട് കൺട്രോൾ യൂണിറ്റിനോട് ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം സ്വീകരിക്കാൻ ഗ്രൗണ്ട് കൺട്രോൾ യൂണിറ്റിന് ആവുമായിരുന്നില്ല. കാരണം ബഹിരാകാശ യാത്രയിലെ ഓരോ കൃത്യവും വളരെ കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഓരോന്നും എത്ര സമയം എടുക്കണം എന്നതൊക്കെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. അതിനപ്പുറത്തേക്ക് എഡ്വേർഡ് വൈറ്റ് നീങ്ങുന്നു എന്ന് കണ്ടതോടെ കർശനമായ നിർദ്ദേശങ്ങൾ ഗ്രൗണ്ട് കൺട്രോൾ യൂണിറ്റിൽ നിന്നുണ്ടായെങ്കിലും അദ്ദേഹം വീണ്ടും ആ നിർദ്ദേശങ്ങളെ ലംഘിക്കുന്ന സാഹചര്യമുണ്ടായി. അവസാനം അദ്ദേഹത്തെ താക്കീത് ചെയ്യേണ്ടി വന്നു ഗ്രൗണ്ട് കൺട്രോൾ യൂണിറ്റിലെ ശാസ്ത്രജ്ഞർക്ക് എന്നാണ് കഥ. അങ്ങനെ അദ്ദേഹം ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ചലഞ്ചർ പേടകത്തിലേക്ക് തിരികെ കയറുകയും അതിനെക്കുറിച്ച് അദ്ദേഹം പിന്നീട് പറഞ്ഞത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ആ തിരിച്ചുള്ള കയറ്റം എന്നുള്ളതാണ്. അത്രയേറെ അദ്ദേഹത്തിന് സൗഖ്യം സമ്മാനിച്ച ഒന്നായിരുന്നു ആ സ്പേസ് വാക്ക് എന്നാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത്. എഡ്വേർഡ് വൈറ്റിൻ്റെ യാത്രയ്ക്ക് ശേഷം, ബഹിരാകാശ നടത്തത്തിന് ശേഷം, സ്പേസ് വാക്കിന് ശേഷം നമുക്കറിയാം അതൊരു മാതൃപേടകവുമായിട്ടുള്ളൊരു കേബിൾ കൊണ്ട് ബന്ധിച്ചുകൊണ്ടാണ് ആ ഒരു സ്പേസ് വാക്ക് എഡ്വേർഡ് വൈറ്റ് നടത്തിയത്. തുടർന്ന് 18 വർഷത്തിന് ശേഷം 1984 മാർച്ച് മാസത്തിൽ ബ്രൂസ് മെക്കാൻലെസ് എന്നു പേരായ ഒരു അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി മാതൃപേടകവുമായി കേബിളുമായി യാതൊരു തരത്തിലുള്ള ബന്ധപ്പെടലുമില്ലാതെ തൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ച മാൻഡ് മാനുവറിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു യന്ത്രോപകരണത്തിൻ്റെ സഹായത്തോടുകൂടി ബഹിരാകാശ പേടകത്തിന് പുറത്ത് കടക്കുകയും ബഹിരാകാശത്ത് ഒഴുകി നീങ്ങുകയും ചെയ്തു. ആ ഒരു അനുഭവം വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് സമ്മാനിച്ചത്. അത് ബഹിരാകാശ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായമായിരുന്നു. കാരണം മാതൃപേടകത്തിൽ നിന്ന് വളരെ ദൂരെ മാറി സഞ്ചരിക്കാൻ ഈ മാൻഡ് മാനുവറിംഗ് യൂണിറ്റിൻ്റെ സഹായത്തോടു കൂടി ബ്രൂസ് മെക്കാൻലെസിന് കഴിഞ്ഞു. തുടർന്ന് വന്ന എല്ലാ ബഹിരാകാശ സഞ്ചാരികൾക്കും അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ രംഗത്തുണ്ടായ പ്രധാനപ്പെട്ട നേട്ടം. ബഹിരാകാശ ഗവേഷണത്തെ സംബന്ധിച്ച, റോക്കറ്റുകളെ സംബന്ധിച്ച ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണും വരേക്കും ഒരിക്കൽ കൂടി നമസ്കാരം.